Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി എത്തും മുമ്പ് ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തലസ്ഥാനത്തെ പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിച്ച പ്രധാനമന്ത്രി. CMRൽ അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പങ്ക്. അന്വേഷണം ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി. വികസനം വാഗ്ദാനം ചെയ്ത് കാട്ടാക്കടയിലെ പ്രചാരണം. ആലത്തൂരിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പ്രചാരണായുധമാക്കി നരേന്ദ്രമോദി. പാവങ്ങളുടെ പണം CPM കൊള്ളയടിച്ചതായി വിമർശനം. മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് പ്രധാനമന്ത്രി. कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी. ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും പരിഹാസം. ये जानते हैं कि मोदी इनके लूट के सब ठिकानों को ठप कर रहा है. इसलिए चाहे लेफ्ट हो या कांग्रेस, सबके निशाने पर मोदी ही है. വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണവുമായി രാഹുൽ ഗാന്ധി. കൊടി ഒഴിവാക്കി റോഡ് ഷോ. വൈകിട്ട് കോഴിക്കോട്ടെ UDF പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിൽ വരുമെന്ന് രാഹുൽ. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധനയ്ക്കെതിരെ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP വരുതിയിലാക്കിയെന്ന് MM ഹസൻ. മോദിയുടെ ഹെലികോപ്റ്റർ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധിക്കുമോ എന്ന് ചോദ്യം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CMRൽ അഴിമതിയിൽ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായ അന്വേഷണം ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. और अब LDF की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया. एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने, स्मगलर्स को संरक्षण देने के आरोप लगते हैं. गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है. केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है. केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब 1 लाख करोड़ रुपए जमा है. इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है. CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है. 300-ലധികം കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയുണ്ട്.
CPM അഴിമതി കാരണം അവർക്ക് ഈ പണം ലഭിക്കുന്നില്ല. CPM നേതാക്കൾക്ക് കിട്ടിയ കൈക്കൂലി തന്നെ കോടികളാണ്. തൃശ്ശൂരിൽ മാത്രം 25 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാർ കടം വീട്ടാനാണ് ഉപയോഗിക്കുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നും മോദി പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. കെടുകാര്യസ്ഥതയാണ് കേരളത്തിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോടതി തന്നെ പറഞ്ഞുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 10 വർഷം സത്യസന്ധമായിട്ടാണ് ഭരിച്ചത്. അഴിമതിക്കാർ സഖ്യമുണ്ടാക്കി BJPക്കെതിരെ മത്സരിക്കുന്നുവെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഡാൻ, വിവരങ്ങൾ. ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിച്ചത്. സഹകരണ മേഖലയിൽ വലിയ കൊള്ളയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 300ഓളം സഹകരണ ബാങ്കുകൾ വഴി 1 ലക്ഷം കോടിയിലധികം രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തൃശൂരിൽ മാത്രം ഏതാണ്ട് 80ഓളം ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കോടി രൂപയിലധികം രൂപയുടെ സഹകരണ കൊള്ള നടന്നിരിക്കുകയാണ്. അത്തരത്തിൽ അഴിമതി നടത്തിയവരെ ആരെയും കേന്ദ്ര സർക്കാർ വെറുതെ വിടുകയില്ല. അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെയാണ് അഴിമതിക്ക് നേതൃത്വം നൽകിയതെന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അത് സംസ്ഥാനത്തിന്റെ നേട്ടമായി അവതരിപ്പിക്കുന്നതിനുള്ള വ്യാജമായ നീക്കമാണ് സംസ്ഥാനത്ത് ഇടത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണ വിജയനെതിരെയും വ്യക്തിപരമായ കടന്നാക്രമണം കൂടി നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അഴിമതിയുടെ കറപുരണ്ട മുഖ്യമന്ത്രിയും മകളുമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന പേരിൽ BJPക്കെതിരെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് അഴിമതിക്ക് നേതൃത്വം നൽകിയവരാണ്. സംസ്ഥാനത്ത് സമസ്ത മേഖലകളും തകർന്ന അവസ്ഥയിലാണ്. ജലമേഖലയും ജലസേചന മേഖലയും അതോടൊപ്പം തന്നെ കയർ മേഖലയും ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകൾ മുഴുവൻ തകർച്ചയുടെ അവസ്ഥയിലാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് പ്രധാനമന്ത്രി ഉന്നയിച്ചുകൊണ്ട് അക്കമിട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയോടെ BJP ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് 2 ആഴ്ചയ്ക്കിപ്പുറം നടക്കാൻ പോകുന്നത്. തുടർച്ചയായി 3 മാസത്തിനിടയിൽ 7ാം തവണയും കേരളത്തിലേക്ക് എത്തുമ്പോൾ BJPയുടെ ലക്ഷ്യം വിജയം തന്നെയാണ്. അതിൽ കുറച്ച് ഒന്നും കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ബുള്ളറ്റ് ട്രെയിനുകളടക്കം രാജ്യത്ത് വ്യാപകമാക്കും. കേരളത്തിൽ മുഖ്യമായ പരിഗണന തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേരളത്തോട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തോട് ഉണ്ടാകുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ അക്കമിട്ട് പറയുമ്പോൾ അവിടെ ലക്ഷ്യം വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നടി ശോഭന ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ എത്തിച്ചുകൊണ്ട് വോട്ടർമാരെ പരമാവധി ആകർഷിച്ച് വോട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം. കാട്ടാക്കട തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിക്ക് വേണ്ടി BJP NDA ക്യാമ്പ് തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല. BJP വോട്ടർമാർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ വോട്ടർമാരുടെ വോട്ട് കൂടി ഉറപ്പാക്കിക്കൊണ്ട് നിർണായകമായ വെല്ലുവിളിയായി UDFനും അതോടൊപ്പം തന്നെ LDFനും നിർണായകമായ വെല്ലുവിളി ഉയർത്തുക, ആ വെല്ലുവിളി വിജയത്തിലേക്ക് എത്തിക്കുക, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിലേക്ക് എത്തിയത്. കാട്ടാക്കടയിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി ഇരു മണ്ഡലങ്ങളിലും BJPയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയെ കാട്ടാക്കടയിലേക്ക് എത്തിച്ചതും. K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ചലച്ചിത്ര താരം കൂടിയായ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ഏതായാലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പ്രധാനമന്ത്രിയുടെ കടന്നുവരവോടുകൂടി വലിയ തരത്തിലുള്ള ഒരു ആവേശം BJP പ്രവർത്തകർക്കിടയിൽ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എത്ര തരത്തിൽ എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിൽ ഓപ്പറേഷൻ താമര, പ്രത്യേകിച്ച് കേരളത്തിൽ ഓപ്പറേഷൻ താമര പ്രധാന മുന്നണികളിൽ നിന്ന് നേതാക്കന്മാരെ അടർത്തിയെടുക്കുന്നതിന് അപ്പുറത്തേക്ക് വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് താമര വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട പ്രയത്നം BJP നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ തിരുവനന്തപുരത്ത് കാട്ടാക്കട പോലെ ഒരു ഗ്രാമീണ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെയും വോട്ടർമാരെയും സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നീക്കം NDA ക്യാമ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലൂന്നി ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം. ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ് കരുവന്നൂരെന്നും CPMകാർ കോടികൾ കൊള്ളയടിച്ചുവെന്നും
നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. പെൺകുട്ടിയുടെ വിവാഹത്തിന് നിക്ഷേപിച്ച പണം പോലും നഷ്ടപ്പെട്ടപ്പോൾ ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കിയതായും നരേന്ദ്രമോദി വിമർശിച്ചു. जनता के पैसों की खुलेआम लूट हो रही है. ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं. जनता का एवरी सिंगल रुपया लूटना चाहते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. ये जो गरीबों ने, मध्यम वर्ग ने बैंक में पैसे रखे थे, क्योंकि घर में बेटी की उम्र बढ़ रही थी, उन्होंने सोचा कि बेटी की शादी करवानी है, बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा. लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया. मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी इन्होंने संकट में डाल दिया. गरीबों को उनके खिलाफ ऐसी मिली भगत का उदाहरण बहुत कम मिलेगा. इस स्कैम की वजह से हजारों परिवारों का जीवन दांव पर लग गया है. बहन डॉक्टर सरासू बता रही थी, कुछ दिन पहले मेरे साथ टेलीफोन पर उन्होंने इस समस्या का जिक्र किया था. अब वो कह रही है कि उनको इतने टेलीफोन आते हैं और लोग टेलीफोन पर रोते हैं कि कितनी मेहनत के पैसे उनके चले गए, कौन ये पैसे वापस लाएगा. हर कोई शिकायत कर रहा है. നരേന്ദ്രമോദിക്ക് മൂന്നാം ഇന്നിംഗ്സിന് അവസരം നൽകണമെന്ന് നടി ശോഭന. മോദി പ്രതീക്ഷ നൽകുന്നു. ഒരു കേരളീയന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിന് ലഭിക്കണമെന്നും ശോഭന പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിന്റെ ഭാരവാഹികളുടെ എന്റെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലേ? സോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണം തുടങ്ങി രാഹുൽ ഗാന്ധി. സുൽത്താൻ ബത്തേരിയിലും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും രാഹുൽ റോഡ് ഷോ നടത്തി. വന്യജീവി ആക്രമണവും രാത്രി യാത്രാ നിരോധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാഹുൽ വിമർശനമുന്നയിച്ചു. ഒരു ദേശം, ഒരു ഭാഷ, ഒരു നേതാവ് എന്നത് RSS നയമാണെന്നും രാജ്യത്തിന്റെ നാനാത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. The main fight is against the ideology of the RSS and the ideology of the Congress party. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. Language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. To tell a person from Kerala that your language is inferior to Hindi, for example, is an insult to the people of Kerala. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. When a child is taught Malayalam
He is not just being taught how to speak. He is being taught the history of Kerala, the culture of Kerala, the affection, the respect of Kerala. That's what he's being taught. വെള്ളമുണ്ടയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്തായി റോഡ് ഷോ? അത് തുടരുകയാണോ അതോ എവിടെ എത്തിയ കാര്യങ്ങൾ? എൽദോ, വെള്ളമുണ്ടയിലെ റോഡ് ഷോ സമാപിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ഇപ്പോൾ അവസാനത്തെ സ്വീകരണ സ്ഥലമായ പടിഞ്ഞാറത്തറയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ഇടങ്ങളിലും വലിയ ജനസാഗരമാണ് അദ്ദേഹത്തെ എതിരേൽക്കാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം വരുന്ന വഴിയുടനീളം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രായഭേദമന്യേ ചെറിയ കുട്ടികളെ കയ്യിലെടുത്തും പ്രായമായവരും എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയെ കാത്ത് റോഡിന്റെ ഇരുവശങ്ങളും കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം, ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നേരത്തെ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതുപോലെ RSSന് ഒരു രാജ്യം, ഒരു ദേശീയത, അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു ഭാഷ തുടങ്ങിയ ഏകത്വം മാത്രമാണുള്ളത്. പക്ഷേ ഇന്ത്യ എന്നാൽ അത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. ഒരു ബൊക്കയിൽ എങ്ങനെ വിവിധ പുഷ്പങ്ങൾ ആ ബൊക്കയെ മനോഹരമാക്കുന്നു, അതുപോലെയാണ് ഇന്ത്യയിലെ വ്യത്യസ്തത ആ രാജ്യത്തെ മനോഹരമാക്കുന്നത്, അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുന്നത്, കരുത്ത് നൽകുന്നത്. ഇതിന് ഈ തരത്തിലുള്ള ചിന്ത എല്ലാ RSSനുള്ളതും അദ്ദേഹം തുറന്നെടുക്കുന്നു. ഒപ്പം തന്നെ വയനാടിന്റെ വികസനം, വയനാട്ടിലെ പ്രധാന പ്രശ്നങ്ങളായിട്ടുള്ള വന്യജീവി ആക്രമണം, അതുപോലെ രാത്രിയാത്ര പ്രശ്നങ്ങൾ, അതിനു പുറമെ വയനാട്ടിലെ മെഡിക്കൽ കോളേജ്, ഈ 3 കാര്യങ്ങൾ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം ഇതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വയനാടിനുള്ള ചിറ്റ നയമാണെന്ന് ആരോപിക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും UDFും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ മോദി സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് വെള്ളമുണ്ടയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വകാര്യ സ്വത്തായിട്ടാണ് കാണുന്നത്. ED ആകട്ടെ, അതുപോലെ CBI ആകട്ടെ, ഇതെല്ലാം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതിനെയൊക്കെ സ്വകാര്യ സ്വത്ത് പോലെ കണ്ട് ഉപയോഗിക്കുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇനി പടിഞ്ഞാറെ തറയിലാണ് അവസാനത്തെ ഇന്നത്തെ വയനാട്ടിലെ റോഡ് ഷോ ഉള്ളത്. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്ക് നീങ്ങും. അവിടെ UDFന്റെ മെഗാ റാലിയും മഹാസമ്മേളനവുമുണ്ട്. മലപ്പുറത്തെയും കോഴിക്കോട്ടെയും സ്ഥാനാർത്ഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയും അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ തന്നെ തുടരും. നാളെ തിരുവമ്പാടി, അതുപോലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉള്ളത്. നാളെ വൈകുന്നേരം വരെ അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ തന്നെ തുടരും. എൽദോ, ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗം അത് ചൂടുപിടിക്കുന്നു. തലസ്ഥാനത്ത്, ഒപ്പം ആലത്തൂരിൽ, കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടർന്നു. കോഴിക്കോട്ട് ഇന്ന് UDFന്റെ പരിപാടിയുണ്ട്, അവിടെയും അദ്ദേഹം പങ്കെടുക്കും. നാളെയും അദ്ദേഹം മണ്ഡലത്തിലുണ്ടാകും. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. എന്തായാലും പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. ഗോധ ഇന്നുള്ളത് കൊല്ലത്തിന്റെ മണ്ണിലാണ്. വലിയ വമ്പന്മാർ തുടർച്ചയായി വിജയിക്കുകയും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായരും S കൃഷ്ണകുമാറും അടക്കം പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലം. ചരിത്രപരമായ ഒരു വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, അങ്ങ് ദയവ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് വരരുത്. അത് പിൻവലിക്കണം. അത് പിൻവലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. കേരളത്തിനകത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഈ പ്രസ്താവന. ഈ ചർച്ച പരാജയപ്പെടുത്തുവാൻ CPM-ഉം BJP-യും ശ്രമിക്കുകയാണ്. ഇപ്പൊ ആ പാലം ചെന്ന് ഇങ്ങനെ അട്ടമുടിക്കായാലും ഇങ്ങനെ നിൽക്കരുത്, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ 1% ആൾക്കാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭരണം നടത്തുന്നവരാണ്. ഹിന്ദി സംസാരിക്കാൻ പോലും അറിയാത്ത മുകേഷ് പാർലമെന്റിൽ പോയാൽ എന്ത് സംസാരിക്കും? നാടൻ പാട്ടും പാടിക്കൊണ്ട് ഒരു MP പോയായിരുന്നു. പക്ഷെ ആ MP ഹിന്ദി പഠിച്ചോ? ഇവിടെ പോയി. നിങ്ങളൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice.
Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ